നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് നല്ല കിടിലൻ ടേസ്റ്റിൽ ഒരു വഴുതനങ്ങ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കിയാലോ? ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലേക്ക് ഒരു ഗ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട വഴുതനങ്ങ അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാനൊരു 3-4 എണ്ണം ഉണ്ട് വഴുതനങ്ങ എടുക്കുന്നത്. ഇത് അത്ര അങ്ങോട്ട് ഫ്രഷ് അല്ല. ഇത് മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഇതുപോലെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നീണ്ടു പോയിട്ടോ. അപ്പോൾ ഇന്നാളത് എടുക്കാനായിട്ട് സാഹചര്യമൊക്കെ ഒത്തു വന്നത്. അപ്പോൾ അടുപ്പിലേക്ക് ഞാനതങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കാം. എല്ലാ സൈഡും ഒരുപോലെയൊന്ന് വെന്ത് വരണം ശരിക്കത്. പിന്നെ ഗ്യാസിൻ്റെ ബർണറിൽ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ല കേട്ടോ. ഇങ്ങനെ അടുപ്പിലാണ് ഞാൻ ചെയ്യാറുള്ളത്. അടുപ്പ് ഇല്ലാത്ത സമയങ്ങളിൽ മാത്രമേ ഞാനിതുപോലെ സ്റ്റൗവിൽ വെച്ച് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കത് ഏകദേശം ഇത് ചൂടായിട്ടുണ്ട്. ഗ്രില്ലും ചൂടായിരിക്കുകയാണ്. അപ്പം നമുക്കിതുപോലെ ഒരു 2 സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതുപോലെ തിരിച്ചും മറിച്ചും ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഈ സ്പൂൺ എടുക്കുമ്പോഴത്തേക്ക് നല്ല ടീസ്പൂണുകളൊന്നും എടുക്കരുത്. ഇതുപോലെ ഇത് പഴയതായ ടീസ്പൂണാണ്. ഞാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ അടുപ്പുള്ള അടുക്കളയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ നല്ല ടീസ്പൂണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരുവിധം കറുത്തു പോകും. അതുകൊണ്ട് പഴയത് അഴുക്കായിട്ടുള്ള സ്പൂണ് നമ്മളിതിനൊക്കെ ഉപയോഗിക്കാവുള്ളൂ. നന്നായിട്ട് തിരിച്ചും മറിച്ചും വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് തീയും കത്തിച്ചു കൊടുക്കുക. എല്ലാ ഭാഗവും നല്ലതുപോലെ വെന്ത് വരട്ടെ. ഇതുപോലെ ആയിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ഇതുപോലെ പൊളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് തണുക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് പൊളിച്ചെടുക്കണം. അപ്പം അതവിടെ ഞാൻ പൊളിച്ച് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ ഉടച്ചെടുക്കാം. അതല്ലെങ്കിൽ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങ് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ തക്കാളിയുടേത് തോലും ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ തക്കാളി ഈ പാനിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ എല്ലാ സൈഡും നല്ലതുപോലെ വെന്ത് വരട്ടെ. ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തോലിങ്ങ് എടുത്ത് മാറ്റാം. ഇതുപോലെ തിരിച്ചും മറിച്ചും വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. 1-2 തവണ ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഇപ്പോൾ കണ്ടോ, ആ തോലൊക്കെ ഒന്നങ്ങ് വിട്ട് വരാറായിട്ടുണ്ട്. ഇനി നമുക്ക് ആ തോലൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് നല്ലതുപോലെ മിക്സിയിലിട്ട് നമുക്ക് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. നമ്മുടെ വഴുതനങ്ങ ഇപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. തോലൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറുതായിട്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ചാൽ പോരെ, ഒരുവിധം ഒന്ന് അരഞ്ഞ് വരണം കേട്ടോ. എന്നാൽ അങ്ങ് ഫൈനായിട്ട് അരയ്ക്കുകയും വേണ്ട. ഇനി നമ്മൾ അതേ പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവോള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തത് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. പൊടിയായി തന്നെ അരിയാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചപ്പാത്തിക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അടിപൊളി സംഭവമാണ്. എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എനിക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ തക്കാളിയൊക്കെ സവോളയൊന്ന് വഴന്ന് വന്നപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നല്ലതുപോലെ മാറി വരട്ടെ. ഇനി നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്
ഒരുപാട് പുതിയ കൂട്ടുകാർ വന്നിട്ട് ലൈവിലൊക്കെ വന്നിട്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്നേഹവും സന്തോഷവും നന്ദിയും ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അതുപോലെ തന്നെ തുടർന്ന് ഞാൻ വീഡിയോ ഇടുന്നതാണ്. എൻ്റെ വീഡിയോസും കണ്ട് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹവും സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ഈ വഴുതനങ്ങ ഇവിടെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി അതങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ തക്കാളിയുടെ കളർ കണ്ടോ, നമ്മൾ അതുപോലെ ഒന്ന് വഴറ്റിയെടുത്തുകൊണ്ടാണ് ഈ കളർ നമുക്ക് കിട്ടിയത്. അതുപോലെ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്കിതിന് ടേസ്റ്റും കളറും കിട്ടുന്നത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ 3/4 സ്പൂണോളം മല്ലിപ്പൊടി, അത്രയും തന്നെ 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് കൊണ്ടുവന്ന ആ ബൗളിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതുകൂടി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം. തുറന്നിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു അല്പം മല്ലിയില ചെറുതായി അരിഞ്ഞത് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ അത് കിടിലൻ ടേസ്റ്റിൽ നമ്മുടെ വഴുതനങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.